രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ്? അത് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ഈ എങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണല്ലോ. ഈ 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിൽ LDF കനത്ത തിരിച്ചടിയേറ്റു. അന്ന് നല്ല രീതിയിൽ UDF ജയിച്ചു വന്നു. എന്തുകൊണ്ടാണത്? ആ ഭാഗമാണ് ഞാൻ പറയുന്നത്. അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ ആദ്യം കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകണം എന്നൊരു പ്രചരണം ആകെ അഴിച്ചു വിട്ടു. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതേ കോൺഗ്രസ്സുകാർ മറ്റൊരു പ്രചരണം അഴിച്ചു വിട്ടു. ഇന്ത്യയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാനിടയില്ല, കേവല ഭൂരിപക്ഷം കിട്ടാനിടയില്ല. അപ്പോൾ കൂടുതൽ അംഗബലമുള്ള പാർട്ടിയെയാണ് ഗവൺമെൻറ് രൂപീകരിക്കാൻ വിളിക്കുക. കോൺഗ്രസ്സിന് അംഗബലം കൂടുതലില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കില്ല. കേരളത്തിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകുന്നതിന് വേണ്ടി എല്ലായിടവും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഇതാണ് കോൺഗ്രസ് അഴിച്ചുവിട്ട പ്രചരണം. ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ഇതാണ്, നമ്മൾ മലയാളികൾ ശുദ്ധാത്മാക്കൾ അത് ശരിയാണല്ലോ എന്ന് കരുതി. LDF പ്രത്യേക വിരോധമൊന്നുമില്ല. പക്ഷേ LDF കോൺഗ്രസും എല്ലാം UDF എല്ലാം BJPക്കെതിരാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് രൂപീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടക്കുന്നതല്ലേ നല്ലത് എന്ന് ജനങ്ങൾ കരുതി. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ LDF കനത്ത പരാജയം എത്തിച്ചു, UDF വലിയ വിജയം സമ്മാനിച്ചു. ആ സമ്മാനിച്ച വിജയത്തിൻ്റെ ഭാഗമായി 5 വർഷത്തെ അനുഭവം എന്താണ്? ഈ വോട്ട് ചെയ്തവർ ഈ 5 വർഷക്കാലത്തെ, പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, ആ വിവിധ ഘട്ടങ്ങളിലുള്ള അനുഭവങ്ങൾ വല്ലാത്ത വേദനയോടെയല്ലേ നോക്കിക്കണ്ടത്, വല്ലാത്ത നീറ്റലല്ലേ മനസ്സിലുണ്ടായത്. ആ ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇതെങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കലാകി? എന്നിട്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇനി ഇത്തരം ആളുകൾ ജയിച്ചു പോകാൻ പാടില്ല. കേരളത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ മുടങ്ങാതായിപ്പോയി. അതാണ് ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചത്. വളരെ നേർത്തതായിപ്പോയി. അതിൻ്റെ തിരുത്ത് വേണമെന്ന് ജനങ്ങൾ തന്നെ കാണുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതിനെ എങ്ങനെ ഭംഗിയായി വളച്ചൊടിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത്.